നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫായിമാർ കൂട്ടത്തോടെ കേരളം വിടുന്നു. തിരിച്ചുപോക്ക് വർദ്ധിച്ചത് 6 മാസത്തിനിടെ. പറമ്പിലെ പണി, ഹോട്ടൽ മേഖല, വൻകിട നിർമ്മാണ പദ്ധതികൾ തുടങ്ങി വിവിധ മേഖലകൾ കേരളത്തിൽ ചലിക്കുന്നതിന് പിന്നിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പങ്ക് വളരെ വലുതാണ്. ഇക്കൂട്ടരുടെ സാന്നിധ്യമില്ലെങ്കിൽ ഈ മേഖലകൾ ചലിക്കില്ലെന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയില്ല. കാരണം കേരളത്തിൽ ലക്ഷക്കണക്കിനാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം. പണ്ട് തൊഴിലിനായി ഒറ്റയ്ക്ക് എത്തിയിരുന്നവർ ഇപ്പോൾ വർഷങ്ങളായി കുടുംബസമേതം കേരളത്തിൽ താമസിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ നിന്ന് ഫായിമാർ നാടുവിടുന്ന പതിവ് വ്യാപകമാകുകയാണ്. ഒറ്റയ്ക്ക് വന്നവരും കുടുംബത്തോടെ വന്നവരും എല്ലാം വാരിക്കെട്ടി സംസ്ഥാനത്തോട് സലാം പറഞ്ഞ് മടങ്ങുന്നു. 2025 അവസാനത്തോടെ ആരംഭിച്ചതാണ് ഈ തിരിച്ചുപോക്ക്. ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതിനോടകം സ്വന്തം നാട്ടിലേക്ക് ചേക്കേറി. പണ്ട് കാലത്തെ അപേക്ഷിച്ച് സ്വന്തം നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട ശമ്പളത്തോടെ ദിവസേന തൊഴിൽ ലഭിക്കുന്നതാണ് പലരും കേരളം വിടുന്നതിന് പ്രധാന കാരണം. കേരളത്തിൽ മാത്രമല്ല ഈ പ്രതിസന്ധി എന്നതാണ് മറ്റൊരു കാര്യം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തൊഴിലാളികളുടെ പലായനം തുടരുകയാണ്. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് കൂടുതലായും മടങ്ങിയത്. കേരളത്തോടൊപ്പം അടുത്ത മാസം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ബംഗാൾ. അവിടെ വോട്ടർ പട്ടിക പരിഷ്കാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ വിവാദത്തിന് വഴിതെളിച്ചിരുന്നു. നാട്ടിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ പേര് വെട്ടിയേക്കുമെന്ന ഭയത്തിലാണ് പലരും ബംഗാളിലേക്ക് തിരിച്ചു പോകുന്നത്. കേരളത്തിലെ പല മേഖലകളുടെയും പ്രവർത്തനം ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നിർമ്മാണം, കൃഷി, മത്സ്യബന്ധന അനുബന്ധ ജോലികൾ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖല, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഇവരുടെ പങ്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മടങ്ങിപ്പോക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് വരെയും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെല്ലാം കൂട്ടത്തോടെ പോയി കഴിയുമ്പോൾ റബ്ബർ മേഖല സ്തംഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.